അപ്പോൾ ഇന്ന് നമ്മൾ LDC 2027 ജോലി നേടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ തന്നെ ശ്രദ്ധിച്ച് തുടങ്ങേണ്ടത് എന്നുള്ള വീഡിയോ ആണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവും. അപ്പോൾ ഉറപ്പായിട്ട് കണ്ടു നോക്കൂ. അപ്പോൾ നമ്മൾ ഓരോരോ കാര്യങ്ങളായിട്ട് നോക്കാം. എന്തൊക്കെയാണ് നമ്മൾ എടുക്കേണ്ട സ്ട്രാറ്റജി എന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മളൊരു ഗോള് സെറ്റ് ചെയ്യുക. അതായത് നമ്മുടെ ഗോൾ എന്താ, LDC 2027 നേടിയെടുക്കുക എന്നുള്ളത് അല്ലേ. ആ ഒരു എക്സാം എഴുതി ക്രാക്ക് ചെയ്ത് ജോലി വാങ്ങുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. അപ്പം ആ ഒരു ലക്ഷ്യം നമ്മൾ ഉറപ്പിക്കുക മനസ്സിൽ. ഈ ഒരു ജോലി എനിക്കുള്ളതാണ്, ഈ ജോലി ഞാൻ നേടിയിരിക്കും, എന്നെക്കൊണ്ട് സാധിക്കും എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അതേപോലെ തന്നെ ആ ഒരു ലക്ഷ്യബോധം വെച്ചുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുക. അങ്ങനെ ഒരു ഗോളെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ചെയ്യേണ്ടത് സിലബസ് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ LDCയുടെ സിലബസ് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക. അതിനുശേഷം നമ്മൾക്ക് അത് കാണുന്നൊരു സ്ഥലത്ത് ഒട്ടിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ബുക്കിൻ്റെ ഇടയിൽ വെക്കുകയോ എന്നും നമ്മളെടുത്ത് നോക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ അത് എടുത്ത് വെക്കുക. അതിനുശേഷം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന ഓരോ ടോപ്പിക്കും മാർക്ക് ചെയ്ത് വെക്കുക. സിലബസിലെ ഓരോ ടോപ്പിക്കും മാർക്ക് ചെയ്ത് വെക്കുക. പിന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് വരുന്ന ടോപ്പിക്കുകൾ ആദ്യം പഠിച്ചു തീർക്കുക. അത് നമുക്ക് ആ സിലബസ് കാണുമ്പോൾ തന്നെ അറിയുമല്ലോ. റീസെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കുമ്പോഴും നമുക്ക് ആ സിലബസിൽ ഏതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ നമ്മളത് മാർക്ക് ചെയ്തിട്ട് പോവുക. അപ്പം നമ്മൾക്ക് മനസ്സിലാവുകയും ചെയ്യും ഇനി എത്ര ഭാഗം കംപ്ലീറ്റ് ആക്കാനുണ്ട്, അതേപോലെ തന്നെ ഏതൊക്കെ ഭാഗത്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അങ്ങനെയെല്ലാം നമുക്ക് മനസ്സിലാവും നമ്മുടെ കയ്യിലൊരു സിലബസ് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചതുണ്ടെങ്കിൽ. ഫോണിലൊക്കെ ഉണ്ടാവാം, പക്ഷെ നമ്മളൊരു എപ്പോഴും കയ്യിലൊരു ഹാർഡ് കോപ്പി ആയിട്ട് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെ ചെയ്യാം. അടുത്ത കാര്യം നമുക്ക് എന്താണെന്ന് നോക്കാം. ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ട് പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ അടുത്ത കാര്യം. അതായത് ഡെയിലി ടൈം ടേബിൾ ഇട്ട് പഠിക്കാം, അതല്ലെങ്കിൽ വീക്ക്ലി ടൈം ടേബിൾ ഇട്ട് പഠിക്കാം. ഒരാഴ്ചയിൽ ഇന്ന കാര്യങ്ങൾ ഇന്ന ടോപ്പിക്കെല്ലാം നമ്മൾക്ക് തീർക്കണം എന്നുള്ള ആ ഒരു ടൈം ടേബിൾ ഇടാം, അല്ലെങ്കിൽ ഡെയിലി ഗോളായിട്ട് ഇടാം നമുക്ക് ടൈം ടേബിൾ. ഇന്ന സബ്ജക്റ്റ് ഇന്ന ഭാഗം അങ്ങനെയൊക്കെ SCRT ചാപ്റ്റർ അതൊക്കെ നമ്മൾ ഒരു ദിവസത്തിൽ കംപ്ലീറ്റ് ആക്കും. അങ്ങനെ നമുക്ക് ഇട്ട് കൊടുക്കാം ടൈം ടേബിൾ. അല്ലെങ്കിൽ വീക്ക്ലി ഉള്ളതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഒരു വീക്ക്ലി ടൈം ടേബിളൊക്കെ ആയിരിക്കും പറ്റാം. വർക്കിംഗ് ആയിട്ടുള്ളവർക്കും അതേപോലെ ഹൗസ് വൈഫ് ആയിട്ടുള്ളവർക്കും ചിലപ്പോൾ കുറച്ചുകൂടി നല്ലത് വീക്ക്ലി ടൈം ടേബിൾ ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മളെ സൗകര്യത്തിനനുസരിച്ച് അതെല്ലാം നമ്മൾ മാറ്റം വരുത്തുക കേട്ടോ. അല്ലാതെ ഒരാൾ പറഞ്ഞു എന്ന് വെച്ചിട്ട് നമ്മൾ കറക്റ്റ് അതേപോലെ ഫോളോ ചെയ്യണമെന്നില്ല. നമ്മളുടെ സൗകര്യങ്ങൾക്കനുസരിച്ചിട്ട് നമ്മളുടെ നമ്മളുടെ പഠന രീതി നമുക്ക് മാറ്റം വരുത്താം. അപ്പോൾ 2027 LDC നേടാൻ വേണ്ടിയിട്ടുള്ള അടുത്ത നമ്മളുടെ ഒരു സ്ട്രാറ്റജിയാണ് സബ്ജക്റ്റ് അറിഞ്ഞ് പഠിക്കുക എന്നുള്ളത്. അതായത് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, കറണ്ട് അഫയേഴ്സ് ഈ ഒരു സബ്ജക്റ്റിൻ്റെ പ്രാധാന്യം നമ്മൾ എന്ന് തിരിച്ചറിയുന്നു അന്ന് നമ്മൾ വിജയിക്കും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പറ്റിയ മിസ്റ്റേക്കാണ്. ആദ്യകാലങ്ങളിൽ ഞാൻ PSC പഠിക്കുമ്പോൾ എനിക്കിഷ്ടമുള്ള ഭാഗം മാത്രമേ ഞാൻ പഠിക്കുള്ളായിരുന്നു. അതായത് ഹിസ്റ്ററി, ജോഗ്രഫി, പിന്നെ ബയോളജി അത് മാത്രമേ ഞാൻ പഠിക്കുള്ളൂ. കെമിസ്ട്രി അങ്ങനത്തേക്കെല്ലാം ഞാൻ മാറ്റി വെക്കുമായിരുന്നു. അതേപോലെ പ്രധാനമായിട്ടും ഈ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം പിന്നെയൊക്കെ ആയിരുന്നു. മാത്സും ഇംഗ്ലീഷും ഞാൻ മാറ്റി വെക്കുമായിരുന്നു. കറണ്ട് അഫയേഴ്സും മാറ്റി വെക്കുമായിരുന്നു. അതാണ് എനിക്ക് സംഭവിച്ച മിസ്റ്റേക്ക് കേട്ടോ. എന്ന് ഞാൻ ഇതെല്ലാം ഡെയിലി പഠിക്കാൻ ആരംഭിച്ചോ അന്നാണ് എൻ്റെ മാർക്ക് ഇംപ്രൂവ് ആയതും ആദ്യമായിട്ട് ഞാനൊരു ലിസ്റ്റിൽ ഉൾപ്പെട്ടതും ഇതെല്ലാം പഠിച്ചു വന്നതിന് ശേഷമാണ്. അപ്പോൾ എനിക്ക് ഇനിയിപ്പോൾ പുതിയതായി പഠിക്കുന്നവരോടും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരോടും പറയാനുള്ളത്, ഉറപ്പായിട്ടും ഈ ഒരു 4 സബ്ജക്റ്റ് നിങ്ങൾ എന്തായാലും പഠിക്കുക. ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, കറണ്ട് അഫയേഴ്സ് ഡെയിലി പഠിക്കുക. അതേപോലെ ആ ഒരു സബ്ജക്റ്റ് നിങ്ങൾ സ്ട്രോങ് ആക്കി വെക്കുക, ഈ സബ്ജക്റ്റുകളെല്ലാം. അപ്പോൾ പിന്നെ നിങ്ങൾ എന്തായാലും റാങ്ക് ലിസ്റ്റിൽ വരും കേട്ടോ. അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഹോട്ട് ടോപ്പിക്സ് കണ്ടെത്തുക എന്നുള്ളതാണ്. അടുത്തിടെയൊക്കെ നടന്നിട്ടുള്ള ചോദ്യപേപ്പറുകൾ, അതായത് നമ്മൾ എക്സാമിനോട് അടുക്കുന്ന സമയത്ത് നടന്ന ചോദ്യപേപ്പറുകളിൽ നിന്നും ട്രെൻഡിങ് ആയിട്ട് ചോദിക്കുന്ന ആ ടോപ്പിക്കുകൾ നമ്മൾ കണ്ടെത്തി പഠിക്കണം. അത് നമ്മൾ തന്നെ കണ്ടെത്തണം കേട്ടോ. അതായത് റീസെൻ്റ്ലി നടക്കുന്ന എക്സാമുകളെല്ലാം നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ എന്തായാലും ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച് നോക്കണം. നമുക്കൊരു 3-4 ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുമ്പോൾ തന്നെ നമുക്ക് കോമൺ ആയിട്ട് കുറച്ച് ടോപ്പിക്കുകൾ കിട്ടും. അതാണ് ഹോട്ട് ടോപ്പിക് എന്ന് പറയുന്നത്. അതായത് എന്നും ചോദിക്കുന്ന, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ആ ടോപ്പിക്കുകൾ. അപ്പം അത് നമ്മൾ എഴുതി വെച്ചിട്ട് ഏതൊക്കെയാണ് ആ ടോപ്പിക് എന്നുള്ളത് പഠിച്ചെടുക്കുക. അപ്പം നമുക്കതിന് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടേ ഇരുന്നാലാണ് നമുക്ക് ആ ടോപ്പിക്കുകൾ കിട്ടുള്ളൂ. അതായത് ഈ അടുത്തായിട്ട് എന്തൊക്കെ ചോദ്യങ്ങളാണ്, ഏതൊക്കെ ഭാഗത്ത് നിന്നാണ് ചോദിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് കണ്ടെത്തി കഴിഞ്ഞാൽ ഒരുവിധം നമുക്ക് അടുത്ത എക്സാമിനെ മാർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ റെഡിയായി കിട്ടും.
പിന്നെ അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ OMR അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് എഴുതി പഠിക്കുക എന്നുള്ളതാണ്. മുൻവർഷ ചോദ്യപേപ്പറുകൾ പഠിക്കുക, അതുപോലെ തന്നെ പരീക്ഷ എഴുതുക എന്നുള്ളതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ PSCയിൽ. അപ്പോൾ നമ്മൾ OMR ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എഴുതുക. അതേപോലെ മോക്ക് ടെസ്റ്റ് നമ്മൾ ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും നമുക്ക് മോക്ക് ടെസ്റ്റ് ആയിട്ട് എഴുതാം. അതല്ലാന്നുണ്ടെങ്കിൽ വീക്ക്ലി ഇതുപോലെ തന്നെ എഴുതാം. OMR എഴുതി പഠിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. നമുക്ക് LDC നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈം മാനേജ്മെൻറ്റും അതുപോലെ നമ്മുടെ നെഗറ്റീവൊക്കെ കുറയ്ക്കണ്ടേ. അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ OMR പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. പ്രത്യേകിച്ചും ഈ 2021 ശേഷം നടന്നിട്ടുള്ള ചോദ്യപേപ്പറുകൾ എടുത്തിട്ട് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ നമ്മൾക്ക് ആ ഒരു എക്സാമിനോട് അടുക്കുന്ന സമയത്ത് വരുന്ന എക്സാമുകളെല്ലാം നമ്മൾ ശ്രദ്ധിക്കുക. അതിൻ്റെ എല്ലാം ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ OMR ആയിട്ട് എഴുതി ശീലിക്കുക. പിന്നെ ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. SCRT 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള SCRT പാഠഭാഗങ്ങൾ പഠിച്ച് റിവിഷൻ ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ എക്സാമിന് പോകാനായിട്ട്. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പറയുമ്പോൾ നമ്മുടെ സിലബസിനെ ബേസ് ചെയ്തിട്ട് വേണം പഠിക്കാൻ. അതല്ലാതെ മധ്യകാല ഇന്ത്യയും പിന്നെ നമ്മുടെ പുരാതന ഇന്ത്യ ആ കാലഘട്ടമൊന്നും പഠിക്കണില്ലേ. നമ്മളുടെ സിലബസിൽ വരുന്ന കാര്യങ്ങൾ പഠിക്കാം. അതിനാണ് നമ്മൾ സിലബസ് പ്രിൻ്റ് ഔട്ട് എടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ അതിന് ബേസ് ചെയ്തിട്ട് നമ്മൾ SCRT ചാപ്റ്റേഴ്സ് പഠിച്ചെടുക്കുക. അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഠനത്തിൻ്റെ അടിത്തറ എന്ന് നമുക്ക് പറയാം റിവിഷൻ. എല്ലാ ആഴ്ചയിലും നമുക്ക് റിവിഷന് വേണ്ടിയിട്ട് 1 or 2 ദിവസം കൊടുക്കാം കേട്ടോ. നമ്മളുടെ സൗകര്യം പോലെ, അതായത് നമ്മുടെ പഠിത്തം പോലെ. നമ്മൾക്ക് കൂടുതൽ സമയം വേണം റിവിഷനെങ്കിൽ സമയം കൊടുത്ത് തന്നെ റിവിഷൻ ചെയ്യാം കേട്ടോ. അതിൽ നിങ്ങൾ ഒട്ടും സമയം നഷ്ടം സംഭവിച്ചു എന്ന് കരുതേണ്ട ആവശ്യമില്ല. കാരണം അത് നിങ്ങൾക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് റിവിഷൻ ചെയ്യാന്നുള്ളത്. പ്രത്യേകിച്ച് SCRT ചാപ്റ്റേഴ്സുകളും ഒക്കെ നന്നായിട്ട് തന്നെ റിവിഷൻ ചെയ്ത് സെറ്റാക്കിയിട്ട് വേണം നമ്മൾ എക്സാമിന് പോകാനായിട്ട്. ഈ കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായി സമാധാനമായി ചെയ്യണം എന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻസി നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതായത് ഒരു തുടർച്ച നിലനിർത്തുക. നമ്മളെ പഠനം എപ്പോഴും അവസാനിപ്പിക്കാനേ പാടില്ല. ഇനിയും ഇത്ര സമയമുണ്ടല്ലോ, ഇത്രയും സമയം കിടക്കുന്നുണ്ടല്ലോ LDCക്ക് എന്ന് ചിന്തിക്കാനേ നമ്മൾ പാടില്ല. ദിവസവും അതിനുവേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പം ആ ഒരു കാര്യം നല്ലതുപോലെ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം, ശ്രദ്ധിക്കണം. ദിവസവും പഠിക്കുക, പഠിച്ചത് റിവിഷൻ ചെയ്യുക, കറക്റ്റായിട്ട് മോക്ക് ടെസ്റ്റ് എല്ലാം എഴുതുക. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ. ഉറപ്പായിട്ട് നിങ്ങൾ LDC 2027 റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുകയും ജോലി ലഭിക്കുകയും ചെയ്യും. എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ചെയ്യാം കേട്ടോ. ഹോട്ട് ടോപ്പിക് ആയിട്ടുള്ളതും അതേപോലെ വേറെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് കുറച്ചുകൂടി ആ ഒരു സമയത്തോട് അടുക്കുമ്പോൾ ചെയ്യാമെന്ന് വെച്ചിട്ടാട്ടോ ഞാനിപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും ചെയ്യാതിരുന്നു. പിന്നെ ഒരാൾ റിക്വസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ ചെയ്തതാണ് ഈ വീഡിയോ. ഇനി ആ ഒരു ടൈം ആവുമല്ലോ, നോട്ടിഫിക്കേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള വീഡിയോസ് എല്ലാം ഇടാം. അപ്പോൾ അത്രയുള്ള